ഹായ് നമസ്കാരം. എൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കമന്റ് കണ്ടിരുന്നു, പോയിന്റിലേക്ക് വരാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞ് സമയം കളയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പോയിന്റിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ എല്ലാ വീഡിയോയിലും എന്നതാണ് എന്റെ വിശ്വാസം. മിക്കവാറും സ്കിപ്പ് ചെയ്ത് കാണുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. എങ്കിലും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അതുപോലെ സമയവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള വീഡിയോയിൽ ശ്രദ്ധിക്കാം. പിന്നെ രണ്ടാമത് വോയിസിന്റെ കാര്യം, അതായത് വോളിയം കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു പർട്ടിക്കുലർ ആയിട്ട് സ്റ്റുഡിയോ അല്ലെങ്കിൽ സെറ്റപ്പ് ഒന്നുമില്ല. എവിടെയാണ് സൗകര്യം പോലെ കിട്ടുന്നത് വെച്ചാൽ അവിടെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായ ചില പരിമിതികളുണ്ട്, ദയവായി ക്ഷമിക്കുക. പിന്നെ പയ്യമ്പള്ളി ചന്തുവിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം. ഞാൻ പറഞ്ഞല്ലോ, വലിച്ചു നീട്ടുന്നില്ല. അതിൽ ഒരു 75% കഥയും ഒരു 25% സത്യവും എന്ന് വിചാരിച്ച രീതിയിൽ എടുത്താൽ മതി. കാരണം വടക്കം പാട്ടുകളാണ് അധികവും ആധികാരികമായിട്ട് കൊണ്ടിരുന്നത്. അതൊരു ആധികാരിക രേഖ എന്ന് പറയാൻ പറ്റില്ല. അത് കഥകളാണ്, പാട്ടുകൾ ചേർന്നിട്ടുള്ള. അതിലെ വർഷങ്ങള്, പേരുകൾ, ഇതൊക്കെ ചില പേരുകൾ സാമ്യമൊക്കെ ഉണ്ട്, വർഷങ്ങൾ കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതില് ഞാനിത് ശ്രദ്ധിക്കാനുള്ള കാരണം 2023 ഫെബ്രുവരി 22-ന് ടൈം കൊടുത്തിരിക്കുന്ന 2 PM എന്നാണ്. മാതൃഭൂമിയിൽ വന്ന ഒരു മാതൃഭൂമി ഓൺലൈൻ മീഡിയയിൽ വന്ന പേര് വെക്കാത്ത ഒരു ലേഖകന്റെ ഒരു ആർട്ടിക്കിളാണ്. അത് ഇതിനോട് ബന്ധപ്പെട്ടിട്ടാണ്, അതായത് പയ്യമ്പള്ളി ചന്തുവിനെ കുറിച്ചാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അദ്ദേഹം റെഫറൻസ് ആയിട്ടിരിക്കുന്ന വിക്കിപീഡിയ തോന്നുന്നു. അപ്പൊ വിക്കിപീഡിയയിലത്തെ റെഫറൻസ് പറയുന്നത് ആകെ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ ശ്യാമളന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ വേറെ 1-2 ഉണ്ട്. ഒക്കെ ദുർബലമായിട്ടുള്ള എവിഡൻസ് ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശ്യാമളന്റെ പുസ്തകത്തിൽ കാര്യമായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ എങ്കിലും നമുക്ക് കിട്ടിയ വിവരം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിനോട് പറയാം. അപ്പൊ ആദ്യം ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ഇതിൽ ചില വിയോജന ഇതുണ്ട്, അത് പിന്നീട് പറയാം. പിന്നെ പ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പയ്യമ്പള്ളി ചന്തു നായരാണോ തീയരാണോ എന്നവർക്ക് തർക്കമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നായരോ തീയരോ എന്നുള്ള കാര്യത്തിലല്ല സ്ട്രെസ് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു യോദ്ധാവാണ്. ആ യോദ്ധാവിന്റെ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അപ്പൊ ഈ മലബാർ ജില്ലയില് താഴ്മലശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. താഴ്മലശ്ശേരിയാണ് പിന്നീട് ഈ താമരശ്ശേരിയായി മാറിയതെന്ന്. അതായത് വയനാടിന്റെ താഴ്വാരങ്ങളും കുന്നുകൾ, വലിയ വലിയ കുന്നുകളുടെ താഴെയുള്ള സ്ഥലമാണ് ഈ താമരശ്ശേരി. അപ്പൊ ഈ പ്രദേശം കോട്ടയം ഡൈനാസ്റ്റിയുടെ കീഴിലായിരുന്നു, കോട്ടയം രാജാവിന്റെ. അപ്പൊ കോട്ടയം രാജാവ് തെറ്റിദ്ധരിക്കേണ്ട, കോട്ടയം പറയുന്നത് മലബാറിലുള്ള കോട്ടയമാണ് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മലബാറിലുള്ള ഈ കോട്ടയത്തിന്റെ ഈ സ്ഥലം ഒക്കെ പിന്നീട് വയനാട് പ്രദേശത്തുള്ള മറ്റ് കൂർഗ് വംശജരും മറ്റുള്ള ആൾക്കാരും ഇത് കൈവശപ്പെടുത്തി. അപ്പൊ ആഭ്യന്തര കലാപവും അതുപോലെ തന്നെ ഈ നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങളും കാരണം ഇതിന്റെ അനന്തരാവകാശികളായിട്ട് ഉള്ള ആളുകള് ആരും ഇല്ലാതെ ഒരാൾ മാത്രം അവശേഷിച്ചു. അപ്പൊ ഒരു പെൺകുട്ടി മാത്രം. ആ പെൺകുട്ടിയെ വളർത്തിയത് ഒരു ബ്രാഹ്മണനാണ്. ആ ബ്രാഹ്മണൻ പിന്നീട് ഈ പെൺകുട്ടിയെ വളർത്താൻ ഏൽപ്പിച്ചത് ഈ പയ്യമ്പള്ളി ചന്തുവിനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ചന്തു എന്ന് പറയുമ്പോൾ പൊതുവെ ചതിയൻ ചന്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് MT വാസുദേവൻ നായർ മാത്രമാണ് അതിനൊരു പുതിയൊരു പരിവേഷം കൊടുക്കാനുള്ള ശ്രമം നടത്തിയത്. ഞാൻ 3 ചന്തുമാരെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതില് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ചന്തുമാരെ കുറിച്ച് കൂടുതൽ പറയാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അതിൽ നല്ല ചന്തുവും അല്ലെങ്കിൽ ചതിയൻ അല്ലാത്ത ചന്തുമാരും ഉണ്ട്. അതിലത്തെ ആ ഒരു എപ്പിസോഡിൽ 1ാമത്തെ ഒരു എപ്പിസോഡായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതില് പറയുന്നത് ഈ 19, അതായത് തച്ചോളി ഉദയനൻ എന്ന് പറയുന്നത് കുറുപ്പിനെ കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത്. ഒന്നിനോട് ബന്ധപ്പെട്ടിട്ട് മറ്റു പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടി വരും. അത് പറയാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. കുറുപ്പ് എന്ന് പറയുന്നത് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് തീയ ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾ മരണപ്പെടുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാവിനെ കൊണ്ടുപോകുന്ന വ്യക്തിക്ക് കുറുപ്പ് എന്ന് പറയാറുണ്ട്. അതുപോലെ നായർ ജാതിയിലെ കളരിക്കുറുപ്പ്, അതായത് ഈ അഭ്യാസങ്ങൾ ഉള്ള ആളുകൾക്ക് ടൈറ്റിലായിട്ട് അങ്ങനെ ഒരു കുറുപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉദയനന്റെ അമ്മ തീയ സ്ത്രീയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ എന്ന് പറയുന്നത് വാഴുന്നവരാണ്. അപ്പോ മാട്രിയാർക്കൽ സിസ്റ്റം പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീയനാണ്. അതേസമയം പാട്രിയാർക്കിക്കൽ അച്ഛന്റെ താഴ്വഴിയാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹം നായരാണ്. അപ്പൊ എല്ലാവരും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പൊ ശരിക്കും ഒരു സാഹോദര്യം ഉണ്ടായിരുന്നു എന്ന് കരുതാം. അപ്പോ നായരായാലും തീയരായാലും ഒക്കെ അടുത്തടുത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ഈ ഉദയനൻ എങ്ങനെ പയ്യമ്പള്ളി ചന്തുവിന്റെ അടുത്തേക്ക് എത്തുന്നു? അതാണ് അടുത്ത ഒരു ചോദ്യം. അതിന് മുമ്പ് ഞാൻ പറയുന്ന വേറൊരു കാര്യം, ഈ ഉദയനക്കുറുപ്പും അദ്ദേഹം ഒരു 32ാമത്തെ വയസ്സിലാണ്, 32 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. അതായത് ആ സമയം വരെ 64 പട ജയിച്ച ഒരു വ്യക്തിയാണ്. നല്ല വീരനാണ്.
അപ്പൊ ഇദ്ദേഹം പോകുന്ന സമയത്താണ് ചിണ്ടൻ നമ്പ്യാരെ കണ്ടുമുട്ടുന്നത്. ചിണ്ടൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു തികഞ്ഞ അഭ്യാസിയായിരുന്നു. അദ്ദേഹം ഇതേപോലെ തന്നെ ഒരുപാട് ഇതൊക്കെ വിജയിച്ച ഒരു യോദ്ധാവായിരുന്നു. ഒരു പക്ഷെ ഉദയനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന വ്യക്തി. പക്ഷെ അദ്ദേഹം ഒരു അഹങ്കാരിയായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു പാടത്ത് വെച്ച് വരമ്പത്ത് വെച്ച് ചിണ്ടൻ നമ്പ്യാരും ഉദയനും ഒരേ വരമ്പത്ത് വരുന്ന സമയത്ത് ഇവര് പരസ്പരം മാറി കൊടുക്കുന്നില്ല. അങ്ങനെ രണ്ടു കൂട്ടരും ഗർവോട് കൂടിയിട്ട് മുന്നോട്ട് നടന്ന് കൂട്ടിമുട്ടി രണ്ടു വശത്തേക്കായി വീണു. അങ്ങനെ ചളിയിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ ചിണ്ടൻ നമ്പ്യാർക്ക് ദേഷ്യം വന്ന് അംഗം കുറിക്കുകയാണ്. ഉദയനൻ അത് ഏറ്റെടുത്തു. വീട്ടിലെത്തിയിട്ട് കോമക്കുറുപ്പിനോട് പറയുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അല്ലെ, അപ്പോ അദ്ദേഹത്തിന് അപ്പോഴാണ് ഞെട്ടലുണ്ടാകുന്നത്. കാരണം ഈ ഉദയനൻ മുട്ടാൻ പോകുന്നത് സാധാരണക്കാരനായ ഒരു വ്യക്തിയൊന്നും അല്ല, ചിണ്ടൻ നമ്പ്യാരാണ്. ചിണ്ടൻ നമ്പ്യാരെ വിജയിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ ചിണ്ടൻ നമ്പ്യാരെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ്. എങ്ങനെയായാലും ഒന്ന് മാപ്പ് അപേക്ഷിച്ചിട്ട് പതുക്കെ തടി ഊരാൻ വേണ്ടിയിട്ട് ഉദയനോട് ഇദ്ദേഹം പറയുന്നു, കോമക്കുറുപ്പ് പറയുന്നു. അങ്ങനെ ചിണ്ടൻ നമ്പ്യാരുടെ അടുത്തേക്ക് ചേർന്നു. പക്ഷെ ചിണ്ടൻ നമ്പ്യാരുടെ അടുത്ത് ചിലപ്പോൾ കുറെ സമ്മാനങ്ങൾ കുറെ ക്ലോത്തൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്, മറിച്ച് അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഉദയനെ. അതോടുകൂടി ഉദയന് ദേഷ്യം വന്നു. അദ്ദേഹം തിരിച്ച് വരുന്ന സമയത്ത് ക്ഷേത്രത്തിൽ കയറി അവിടെ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ നാട് മുഴുവനും ഇത് മൊത്തമായിട്ട് ഇത് പാട്ടായി. എന്നിട്ട് കോമക്കുറുപ്പ് പറഞ്ഞു, ഇനി എന്തായാലും അംഗം വെട്ടുക അല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ട് നേരെ ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ഒരടവ് കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് ഈ പയ്യമ്പള്ളി ചന്തു. അങ്ങനെ പയ്യമ്പള്ളി ചന്തുവിന്റെ അടുത്തേക്ക് എത്തുന്നു. പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം എല്ലാ അഭ്യാസങ്ങളും പഠിച്ചതാണ്. 19ാമത്തെ അടവായ പൂഴിക്കടകൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ. അത് അദ്ദേഹം ഉദയനന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഉദയനൻ ഈ ചിണ്ടൻ നമ്പ്യാരെ ആ മൈതാനത്ത് വെച്ച് അദ്ദേഹം അംഗത്തിൽ തോൽപ്പിക്കുന്നത്. അപ്പൊ ആകെ പൂഴി മൂടി ആർക്കും കാണാൻ പറ്റാത്ത ഒരവസ്ഥ. ഒന്ന് കുറച്ചു കഴിഞ്ഞ് പൂഴി അമർന്നു നോക്കുമ്പോൾ ഉദയനന്റെ കൈകളിൽ കിടക്കുന്ന ഈ ചിണ്ടൻ നമ്പ്യാരുടെ തലയാണ്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് ഉദയനൻ അവിടെ കൂടെ ഉള്ള ആൾക്കാരോട് ചോദിക്കുന്നു. അങ്ങനെ കൂടെയുള്ള ആൾക്കാർ പറയുന്നു അദ്ദേഹത്തിന് കൊല്ലാൻ പറയുന്നു. അങ്ങനെയാണ് തല വെട്ടുന്നത്. അപ്പൊ ഇതില് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉദയനൻ പയ്യമ്പള്ളി ചന്തു എന്ന് പറയുന്ന ഉദയനന്റെ ഗുരുസ്ഥാനീയനാണ്. ഇനി ഇദ്ദേഹം എങ്ങനെ കോട്ടയം ഡൈനാസ്റ്റിയിലേക്ക് വന്നു എന്നുള്ളതാണ്. 15ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലാണ് ഈ ഉദയനന്റെ ജീവിച്ചിരുന്നതായിട്ട് 15ാം നൂറ്റാണ്ടെന്നും പറയുന്നുണ്ട്, 16ാം നൂറ്റാണ്ടെന്നും പറയുന്നുണ്ട്. ആരോമൽശേഖരും ഉണ്ണിയാർച്ചയൊക്കെ കുറെ മുന്നെയാണ് അവിടെ പറയുന്നുണ്ട്. കോട്ടയം ഡൈനാസ്റ്റിയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ തുടക്കക്കാരനാണ് ഇദ്ദേഹം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു വൈരുദ്ധ്യമായ ചില കാര്യങ്ങളുണ്ട്. അതിന്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഇദ്ദേഹം വന്നതിന് ശേഷം ഈ ഡൈനാസ്റ്റി പിടിച്ചെടുത്തതായി കൂറുകാരും മറ്റവരും ഒക്കെ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ ഈ ഉദയനൻ, അതായത് പയ്യമ്പള്ളി ചന്തു, അദ്ദേഹമാണ് വന്ന് അദ്ദേഹത്തിന്റെ സഹായത്താൽ ആണ് ഇത് പിടിച്ചെടുക്കുന്നത്. അങ്ങനെ യുദ്ധത്തിലൊക്കെ തോൽപ്പിച്ച് അദ്ദേഹം തിരിച്ച് ഈ കോട്ടയിലെ ഈ ക്ഷേത്രത്തിന്റെ അവിടെ വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്ത് ആ സമയത്ത് ഒളിച്ചു നിന്നിരുന്ന ഒരു കൂർഗ് വംശജൻ അമ്പ ചെയ്തോ അല്ലെങ്കിൽ വെടിവെച്ചോ കൊല്ലുന്നു. അതിനൊന്നും ഉറപ്പില്ല. അങ്ങനെയാണ് ഐതിഹ്യ പറയുന്നത്. അപ്പൊ ഇതില് ഈ കണ്ണൂരിലെ മണിക്കക്കാവിലും കതിരൂര് ചോയൻ രായരോത്ത് തറവാട് ക്ഷേത്രത്തിലും ഇവര് രണ്ടിടത്തും കാരണവർ തെയ്യമാണ് ഈ പയ്യമ്പള്ളി ചന്തു. പാനൂർ പാലത്തായി കുന്ന് ഭഗവതി ക്ഷേത്രത്തില് അപൂർവമായിട്ട് ഒരു അപൂർവ തെയ്യം കെട്ടിയാടാറുണ്ട്. ഇത് രണ്ടും അതിൽ പറയുന്നുണ്ട്. ഇനി ഈ പയ്യമ്പള്ളി ചന്തുവിനുള്ള കുറെ വേറെ പേരുകളുണ്ട്. പയ്യമ്പള്ളി ചന്തു, വെള്ളി ചന്തു കുറുപ്പ്, പയ്യമ്പള്ളി ചോളൻ, പയ്യമ്പള്ളി ചേകവര്, ഇങ്ങനെയുള്ള ഒരുപാട് പേരുകളൊക്കെ ഇതിൽ പരാമർശിച്ച് കാണാനുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം പഴശ്ശിയുടെ സേനാനായകനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കുറുപ്പ് എന്നുള്ളത് ഒരാളെ കൂടുതൽ അഭിസംബോധന ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ് എന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ട്. അപ്പൊ ഇതില് തർക്കങ്ങൾ വരുന്നത് ഇത്ര മാത്രമാണ്. ഒന്നാമത്തെ തർക്കം എന്ന് പറയുന്നത് ഈ കോട്ടയം കിങ്ഡം എന്ന് പറയുന്നത് രണ്ടാം ചേരന്മാരുടെ കാലത്ത്, പ്രത്യേകിച്ച് 800 AD മുതൽക്ക് 1222 AD വരെ രണ്ടാം ചേര സാമ്രാജ്യമായിരുന്നു. അപ്പോ ആ സാമ്രാജ്യത്തിൽ ആ സമയത്ത് തന്നെ ഈ കോട്ടയത്തിന്റെ ഈ പറയുന്ന രാജ്യത്തിന്
കുറിച്ച് പരാമർശമുണ്ട്. അത് പുറൈക്സ് നാട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 18 നാടുകളിൽ ഒന്ന്, ചേരന്മാരുടെ 18 നാടുകളിൽ ഒന്ന് ഈ പുറൈക്സി നാട് പറയുന്നുണ്ട്. അതുപോലെ ഭാസ്കര രവിവർമ്മയുടെ ഒരു തിരുനെല്ലി ഇൻസ്ക്രിപ്ഷൻ, അതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ശങ്കരകോട്ടവർമ്മ എന്ന് പറയുന്ന ഒരു രാജാവ് പുറൈക്സി നാട് ഭരിച്ചിരുന്നു എന്നാണ്. അതായത് ഇന്നത്തെ ഇരിട്ടിയും അതുപോലെ തന്നെ തലശ്ശേരിയുടെ കുറച്ച് ഉൾഭാഗങ്ങൾ ഉൾപ്പെട്ട സ്ഥലമാണ് ഇത്. ഇതാണ് പിന്നീട് കോട്ടയമായി മാറിയത് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇദ്ദേഹമായിട്ടുള്ള ഈ ചന്തുവും കോട്ടയം ഡൈനാസ്റ്റിയുടെ ഉപജ്ഞാതാവായിട്ട് വരുന്നതും തമ്മിൽ അവിടെ ബന്ധമില്ല അങ്ങനെയാണെങ്കിൽ. കാരണം 15-ാം നൂറ്റാണ്ടിലാണ് അല്ലെങ്കിൽ 16-ാം നൂറ്റാണ്ടിലാണ് തച്ചോളിയോധനം വരുന്നതെങ്കിൽ അത് ആ സമയത്താണ് ഇവര് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോട് ബന്ധപ്പെടുന്നില്ല. പിന്നെ രണ്ടാമത് റിവൈവ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു കോട്ടയം ഡൈനാസ്റ്റിയുടെ ഉപജ്ഞാതാവിന്റെ രീതിക്കാണോ ഇവരെ പെടുത്തിയിരിക്കുന്നതെന്ന് അറിയില്ല. പഴശ്ശി രാജാവിൽ എന്തായാലും പെടില്ല. കാരണം പഴശ്ശി രാജാവിന്റെ കാലത്തല്ല ഇദ്ദേഹം ജീവിച്ചിരുന്നത്. അതായത് ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് രസകരമായ ഒരു കാര്യമാണ്, അത് ഞാൻ പിന്നീട് പറയാം. കാരണം പഴശ്ശിരാജ കേരള സിംഹം എന്ന് പറയുന്ന പഴശ്ശിരാജ മാത്രമല്ല, വേറെ 2 സിംഹങ്ങളും കൂടി അതിലുണ്ടായിരുന്നു. അതിൽ ഒന്ന് കോട്ടയം കേരളവർമ്മ, മറ്റൊന്ന് കോട്ടയത്ത് തമ്പുരാൻ. കോട്ടയത്ത് തമ്പുരാൻ എന്ന് പറയുന്നത് വിദ്വാൻ തമ്പുരാൻ എന്ന പേരിലാണ്. ഇവര് രണ്ടുപേരെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കിട്ടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരെ കുറിച്ചിട്ടുള്ള ഒരു പരാമർശം പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ഡൈനാസ്റ്റി എന്ന് പറയുന്നവര് വളരെ വീര നായകന്മാരായിരുന്നു എന്ന് പറയുന്നത് 1512 മുതൽ 15 വരെ സന്ദർശിച്ച ഒരു ട്രാവലർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ടോം പിറസ്. അദ്ദേഹത്തിന്റെ ഇതിലെ പരാമർശങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് തർക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തച്ചോളിയോധനന്റെ കാര്യം പഴശ്ശിയുടെ കാലത്തല്ല എന്നാണ് ഒരു ഇതിൽ കണ്ടത് ഞാൻ. പിന്നെ രണ്ടാമത് കതിരൂര്, അത് ഉറപ്പാണ് പഴശ്ശിരാജയുടെ കാലത്തല്ല തച്ചോളി ഉദയൻ ഉണ്ടായിരുന്നത്. കതിരൂരുള്ളത് മാണിക്കക്കാവ് അല്ല, അത് കണ്ണൂരിലാണ് എന്നാണ് മറ്റൊന്ന് പറയുന്നത്. അതുപോലെ കതിരൂരില് പയ്യമ്പള്ളി തിറയാട്ടി ആടുന്നത് ചോഴൻ രായരോത്ത് ക്ഷേത്രത്തിലാണ് എന്നും ഒരു വിമർശനം കണ്ടു. അതുപോലെ പയ്യമ്പള്ളി ചന്തു സേനാനായകനായത് കോട്ടയം കോവിലത്തിന്റെയാണ്, അതല്ലാതെ അദ്ദേഹം തീയ ഇതിൽ പെട്ടതല്ല എന്ന രീതിയിലും പറയുന്നുണ്ട്. എന്തായാലും ജാതിയുടെ മുകളിൽ തർക്കിക്കണ്ട, ജാതി ഏതെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം ഒരു നല്ലൊരു യോദ്ധാവാണ്. തീയരായാലും വേണ്ടില്ല, നായരായാലും വേണ്ടില്ല, നല്ലൊരു യോദ്ധാവായിരുന്നു എന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പയ്യമ്പള്ളി എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേര് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ വല്ലാതെ നീട്ടുന്നില്ല, നിങ്ങളുടെ അഭ്യർത്ഥന എല്ലാം മാനിച്ചുകൊണ്ട് ഞാൻ വല്ലാതെ നീട്ടാതെ ചെറിയ ഒരു വിവരം തരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ ഈ പോയിന്റ് സ്ട്രെസ് ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമോന്ന് എനിക്ക് അറിയില്ല. ഞാൻ പരമാവധി ചുരുക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. എനിക്ക് കിട്ടിയ പരിമിതമായ അറിവാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെച്ചത്. ഇതുകൊണ്ട് പൂർണ്ണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. അപ്പോ ഇനി വായിച്ചു നോക്കുക, മറ്റു കാര്യങ്ങൾ നോക്കുക. അടുത്തത് വേറെ 2 ചന്തുമാരുണ്ട്, അവരെ കുറിച്ചുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും പുതിയൊരു അറിവ് തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അപ്പൊ ഇതുവരെ നൽകിയ പ്രോത്സാഹനം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.